ഹലോ ഓൾ, എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രിട്ടീഷ് ഹിസ്റ്ററി സെക്കൻഡിലെ മോഡേണിസം, പോസ്റ്റ് മോഡേണിസം, D.H. ലോറൻസ്, W.H. ഓഡൻ, T.S. എലിയട്ട് ആൻഡ് ജോർജ് ഓർവെൽ എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് കടക്കാം. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇംഗ്ലീഷ് സമൂഹത്തിൻ്റെ ഘടന വലിയ പരിവർത്തനങ്ങൾക്കൊക്കെ വിധേയമായി. പരമ്പരാഗത സാമൂഹിക മൂല്യങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും വിവാഹം, കുടുംബം, മതം എന്നിവയ്ക്കൊക്കെ പ്രാധാന്യം നഷ്ടപ്പെട്ടു. സ്ഥാപിത ആചാരങ്ങളും ആചാരാനുഷ്ഠാനങ്ങളുമൊക്കെ സസൂക്ഷ്മമായി പരിശോധിക്കുന്നതിലേക്ക് തുറന്നുകൊടുത്തു. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ആധുനികതയുടെ ചില പൊതു സവിശേഷതകൾ നമുക്ക് നോക്കാം. പാരമ്പര്യത്തിൻ്റെ ഭംഗം. അടുത്തത് ആത്മനിഷ്ഠതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ. അടുത്തത് വസ്തുനിഷ്ഠതയിൽ നിന്ന് അകന്നുപോരൽ. അടുത്തത് വ്യത്യസ്ത സാഹിത്യ വിഭാഗങ്ങളുടെ സവിശേഷതകളൊക്കെ കടമെടുക്കൽ. ഫോമിലൂടെയും തീമുകളിലൂടെയും കൈമാറുന്ന വിഘടനബോധം. അടുത്തത് പരീക്ഷണത്തിൻ്റെ ആത്മാവ്. ആ ഒരു കാലഘട്ടത്തിൽ ഫിക്ഷൻ, കവിത, നാടകം എന്നിവയിൽ ഒരു പൊതു തത്വങ്ങൾ കാണാൻ കഴിയും. മറ്റ് വിഭാഗങ്ങളെ അപേക്ഷിച്ച് ആധുനിക നോവലാണ് വലിയ മാറ്റങ്ങളൊക്കെ വിധേയമായിട്ടുള്ളത്. ആധുനിക ജീവിതത്തിൻ്റെ ഛിന്ന ഭിന്നമായ അവസ്ഥകളെ പകർത്താൻ കാഴ്ചപ്പാടുകളും ഇംപ്രഷനുകളും ഉപയോഗിച്ച് ആധുനിക നോവലുകൾ രേഖീയതയെ തുടർന്നില്ല. യാഥാർത്ഥ്യത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ബഹുസ്വരത, അർത്ഥവും സ്വത്വവും നഷ്ടപ്പെടൽ, മതവിശ്വാസത്തിൻ്റെയും സാമൂഹിക മൂല്യങ്ങളുടെയും ഒക്കെ തകർച്ച, ജീവിതത്തിൻ്റെ നിരർത്ഥത തുടങ്ങിയ വിഷയങ്ങളൊക്കെ പ്രബലമായിരുന്നു. ആധുനിക സാഹിത്യത്തിലുടനീളം വിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെയും സാമൂഹിക ക്രമത്തിൻ്റെ തകർച്ചയുടെയും ഒക്കെ വിലാപങ്ങളുണ്ട്. എന്നിരുന്നാലും ഉത്തരാധുനികത അത്തരം ഘടകങ്ങളിൽ നിന്നുമുള്ള മോചനത്തെ വളരെയധികം ആഘോഷിക്കുന്നു. അത് ബഹുസ്വരത, വിച്ഛേദിക്കൽ, വിഘടനം എന്നിവ ആവശ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ഉത്തരാധുനികത സാഹിത്യം പലപ്പോഴും രൂപത്തിൻ്റെയും ഉള്ളടക്കത്തിൻ്റെയും അപൂർണതയെ അവതരിപ്പിക്കുന്നത്. ഉത്തരാധുനികതയുടെ നിർവചിക്കുന്ന സവിശേഷതകൾ ഇപ്രകാരമാകുന്നു. ഒന്നാമത്തത് അധികാരം നിരസിക്കൽ, വിഘടനം, ക്രമരഹിതം. അടുത്തത് ഉത്തരാധുനികത കളിത്തത്വം. അടുത്തത് ഇൻ്റർടെക്ച്വൽ ലിങ്കേജുകൾ. അടുത്തത് പാസ്റ്റിച്ചുകളുടെ ഉപയോഗം. അടുത്തത് മെറ്റാഫിഷൻ. അടുത്തത് ഒന്നിലധികം വ്യാഖ്യാനങ്ങളോടെയുള്ള തുറന്ന സമീപനം. അടുത്തതായിട്ട് ഈ ഒരു പാഠഭാഗത്തിൽ വളരെ പ്രധാനപ്പെട്ട് പറയേണ്ട ഒരു വ്യക്തിയാണ് D.H. ലോറൻസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് D.H. ലോറൻസിനെ പറ്റി അല്പകാര്യങ്ങൾ നോക്കാം. 1885 ജനിക്കുകയും 1930 മരണപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. ആധുനിക യുഗത്തിലെ സാഹിത്യം പരിശോധിക്കുമ്പോൾ D.H. ലോറൻസ് ഒരു സ്വാധീനമുള്ള നാമമായിട്ട് തന്നെ ഉയർന്നു വരുന്നു. ആധുനികതയുടെ ഉദയത്തിന് മുമ്പുള്ള വർഷങ്ങളിൽ 40-ലധികം നോവലുകൾ, ചെറുകഥകൾ, നാടകങ്ങൾ, പ്രബന്ധങ്ങൾ, ലേഖനങ്ങൾ എന്നിവ നിർമ്മിച്ച അദ്ദേഹം തൻ്റെ പ്രമേയങ്ങളിൽ ആധുനികതാ പ്രവണതകൾ കാണിക്കുന്ന ആദ്യകാലങ്ങളിൽ ഒരാളാണ്. തൻ്റെ നോവലുകളിലെ മനുഷ്യബന്ധങ്ങളുടെയും ലൈംഗികതയുടെയും ധീരവും തുറന്നതുമായിട്ടുള്ള പെരുമാറ്റത്തിന് അദ്ദേഹം ഏറ്റവും പ്രശസ്തനാണ്. ലൈംഗിക പ്രവൃത്തിയുടെ നേരിട്ടുള്ള ചിത്രീകരണം ലോറൻസിൻ്റെ കാലത്തെ അലങ്കാരവും കർക്കശവുമായിട്ടുള്ള വിക്ടോറിയൻ സമൂഹത്തിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചു. അദ്ദേഹത്തിൻ്റെ കൃതികൾ വളരെ അധാർമികവും ഞെട്ടിപ്പിക്കുന്ന ഒന്നുമായിട്ട് കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ അനിയന്ത്രിതമായിട്ടുള്ള ഭാഷാ ഉപയോഗവും ആഴത്തിലുള്ള വൈകാരിക അവതരണവും പിന്നീട് ആധുനിക പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി എഴുത്തുകാരെ സ്വാധീനിച്ചു. യാന്ത്രികവും ആധുനികവുമായിട്ടുള്ള ജീവിതത്തോടെയുള്ള എതിർപ്പായിട്ട് ലോറൻസ് പലപ്പോഴും പ്രകൃതിവാദത്തിൻ്റെയും പ്രകൃതിതത്വത്തിൻ്റെയും പ്രമേയം ഏറ്റെടുത്തു. ആധുനിക കാലഘട്ടങ്ങളിലെ ജീവിതത്തിൻ്റെ ഭൗതികവും വ്യാവസായികവുമായിട്ടുള്ള സ്വഭാവം അദ്ദേഹത്തിൻ്റെ പല കൃതികളിലും വിമർശിക്കപ്പെട്ടു. ഇതിന് പരിഹാരമായി പ്രകൃതിയിലേക്ക് മടങ്ങണമെന്ന ആശയം അദ്ദേഹം ആഹ്വാനം ചെയ്തു. അടുത്തതായിട്ട് പറയേണ്ട ആളാണ് W.H. ഓഡൻ. ഒരു പ്രശസ്തനായ എഴുത്തുകാരനാണ് അദ്ദേഹം. ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ഇംഗ്ലീഷ് ഉപരിവർഗത്തിലും മധ്യവർഗത്തിലും പ്രചരിച്ച അസംതൃപ്തിയും കുറ്റബോധവും നിരാശയും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഉണ്ടായി. സിറ്റി വിത്തൗട്ട് വാൾസിൽ എന്ന് പറയുന്ന ഒരു കൃതിയിലൂടെ ഇംഗ്ലീഷ് സമൂഹത്തിൻ്റെ അപജയത്തെ ഓഡൻ ആക്രമിച്ചു. തൻ്റെ കാവ്യ പരിവേഷണങ്ങളുടെ വ്യാപ്തി പൂർണ്ണമായി പിടിച്ചെടുക്കാൻ ഓഡൻ കാവ്യാത്മക ശൈലികളും സാങ്കേതിക വിദ്യകളുമൊക്കെ ഉപയോഗിച്ചു. പാരഡികൾ, പാട്ടുകൾ, ബല്ലാഡുകൾ, ഒപ്പേരകൾ എന്നിവ മറ്റ് ഔപചാരിക രീതികളോടൊപ്പം അദ്ദേഹം ഉപയോഗിച്ചു. ഓഡൻ്റെ കവിത അസാധാരണമായിട്ടുള്ള പദപ്രയോഗത്തിനോ വാക്കുകളുടെ തെരഞ്ഞെടുപ്പിനോ ഒക്കെ വളരെയധികം പേരുകെട്ട ഒന്നാണ്. തൻ്റെ ഉദ്ദേശത്തിന് അനുസൃതമായിട്ട് അദ്ദേഹം പലപ്പോഴും അമൂർത്തമായിട്ടുള്ള നാമങ്ങൾ ഉപയോഗിച്ചു. വായനക്കാർക്ക് അർത്ഥത്തിൻ്റെ അധിക പാളികൾ നൽകാൻ ഇത് സഹായിച്ചു. അടുത്തതായിട്ട് എടുത്തു പറയപ്പെടേണ്ട ഒരു വ്യക്തിയാണ് T.S. എലിയട്ട്.
ടി.എസ്. എലിയട്ട് 1888 ജനിച്ച് 1965 മരണമടഞ്ഞ ടി.എസ്. എലിയട്ട് ആധുനികത എന്ന ആശയത്തിൻ്റെ പര്യായമായ പദം. അദ്ദേഹത്തിൻ്റെ രചനകൾ ആധുനിക യുഗത്തെ പ്രതിനിധീകരിക്കുന്ന വിധത്തിൽ മറ്റു ചിലർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ മോഡേണിസ്റ്റ് ഫാഷൻ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പാരമ്പര്യത്തിൻ്റെയും നവീകരണത്തിൻ്റെയും വൈരുദ്ധ്യാത്മകമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ മികച്ച ഫലത്തിൽ ഉൾക്കൊള്ളുന്നു. സാഹിത്യത്തിൽ ക്രമത്തിനാണ് പ്രാഥമിക പ്രസക്തിയെന്ന് അദ്ദേഹം വാദിച്ചിട്ടുണ്ടെങ്കിലും ക്രമം ഉപയോഗിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ ആധുനിക കാലഘട്ടങ്ങളിലെ ഏറ്റവും മികച്ച കവിതകൾ സൃഷ്ടിച്ചു. ആധുനിക നാഗരികതയുടെ നിരാശതയെ ഉൾക്കൊള്ളുന്ന ആധുനിക ഇതിഹാസമായ അദ്ദേഹത്തിൻ്റെ ദി വേസ്റ്റ് ലാൻഡ് പ്രസിദ്ധീകരിച്ചത് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ആധുനികതയുടെ ആവിർഭാവത്തെ സൂചിപ്പിക്കുന്നു. ഇതുകൂടാതെ ജെ. ആൽഫ്രഡ്, ദി ഹോളോ മാൻ, ബേൺഡ് നോട്ടൺ, ഈസ്റ്റ് കോക്കർ, ലിറ്റിൽ എന്നിവ അടങ്ങുന്ന ഒരുപാട് കൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് എടുത്തു പറയേണ്ട വ്യക്തിയാണ് ജോർജ് ഓർവെൽ. 1903 ജനിക്കുകയും 1950 മരണമടയുകയും ചെയ്ത വ്യക്തിയാണ് ജോർജ് ഓർവെൽ. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ആധുനികവാദ പ്രസ്ഥാനം ഉത്തരാധുനികത പ്രവണതകൾക്ക് വഴിമാറാൻ തുടങ്ങിയപ്പോൾ ജോർജ് ഓർവെൽ വിഖ്യാതമായ ഫിക്ഷൻ നിർമ്മിക്കുകയായിരുന്നു. ആനിമൽ ഫാം, 1984 തുടങ്ങിയ ഒട്ടനവധി കൃതികൾ അദ്ദേഹം രചിച്ചു. ഓർവെലിൻ്റെ ഫിക്ഷൻ ശിഥിലമായ ആധുനിക മനസ്സിനെ പ്രതിഫലിപ്പിക്കുന്നു. ആധുനികതയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓർവേലിയൻ രചനയുടെ മറ്റൊരു വശം ഓർവെലിൻ്റെ നിയോലോജിസങ്ങളോ പുതുതായി സൃഷ്ടിച്ച വാക്കുകളോ ഇംഗ്ലീഷ് ഭാഷയെ വളരെയധികം സ്വാധീനിച്ചു. അദ്ദേഹത്തിൻ്റെ കഥയിലെ സാങ്കല്പിക സാഹചര്യങ്ങളെയോ വസ്തുക്കളെയോ വിവരിക്കാൻ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ നോവലുകളിലെ പദാവലി ദൈനംദിന ഭാഷയിലേക്ക് പ്രവേശിക്കപ്പെട്ടു. ഇങ്ങനെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഒട്ടനവധി സംഭാവനകൾ നൽകിയ വ്യക്തിത്വങ്ങളാണ് ഇവിടെ പ്രസ്താവിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു പാഠഭാഗത്തിൽ, അതായത് 5-ാമത്തെ ബ്ലോക്ക് 3-ാമത്തെ യൂണിറ്റായ മോഡേണിസം, പോസ്റ്റ് മോഡേണിസം, D.H. ലോറൻസ്, W.H. ഓഡൻ, T.S. എലിയട്ട് ആൻഡ് ജോർജ് ഓർവെൽ എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗം നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.